ഇന്ന് നമുക്ക് മീൻ പുളിയിട്ട് കറി വെക്കാം. പുളി എന്ന് പറഞ്ഞാൽ മറ്റേ പുളി, മുളകിട്ട മീൻ കറി. നമുക്കതിന് ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, വേറെ എണ്ണയൊന്നും ഇതിന് സെറ്റാവത്തില്ല. അതിനകത്ത് കുറച്ച് ചുമന്നുള്ളി, ചെറിയുള്ളി, ഒരു 10-12 ചെറിയുള്ളി ചുമ്മാ നടുക്കെ ഒന്ന് കീറിയിടുക. സവാള വേണ്ട, ചെറിയുള്ളി തന്നെ വേണം. അതൊന്ന് വഴട്ട്, ഒത്തിരി ഒന്നും മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴട്ടി അതിലോട്ടൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും ചുമ്മാ മുറിച്ചിട്ടാൽ മതി. നമുക്കിത് അരയ്ക്കാനാണ്, അപ്പോൾ അങ്ങനെ കൊത്തി അരിയൊന്നും വേണ്ട. ആ ഇഞ്ചി ഇട്ട് അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി അവിടെ കുറച്ച് വെളുത്തുള്ളി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ആ വെളുത്തുള്ളിയും കീറിയിട്ടു. അതും ഒന്ന് വഴട്ടി, എല്ലാം കൂടെ ഒന്ന് വഴട്ടുക, എണ്ണയ്ക്കകത്തൊന്ന് വഴട്ടുക. ഒത്തിരി അങ്ങ് ബ്രൗണൊന്നും ആകണ്ട. അത് വഴറ്റി കഴിയുമ്പോൾ നമുക്കൊരു തക്കാളി, ഇത് തക്കാളി ഇട്ട മീൻ കറിയാണ്. ഒരു തക്കാളി, ഒരു നല്ല വലിയ ഒരുമാതിരി വലിയ തക്കാളി, ആ തക്കാളി മുറിച്ചിട്ടു. ഇത് സ്പൂണിട്ടിട്ടുണ്ട്, ഇങ്ങനെ നുടച്ച് കൊടുത്താൽ അങ്ങ് എളുപ്പം അങ്ങ് തക്കാളി വേകും. ചെറുതായിട്ട് സ്പൂണിട്ടൊന്ന് തക്കാളിയൊക്കെ നമുക്ക് കൊടുത്താൽ മതി, അപ്പോൾ തക്കാളി എളുപ്പം അങ്ങ് വേകും. അത് വെന്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ കാശ്മീരി ചില്ലിയാണ്, വലിയ എരിയില്ല, ഒരു കാശ്മീരി ചില്ലി, ഒരു ചെറിയ സ്പൂണായിട്ട്, ചെറിയ ടീസ്പൂണാണ്. അതിനൊരു ചെറിയ സ്പൂണ് 3 സ്പൂൺ, ഇത് എരിയില്ല, കാശ്മീരി ചില്ലി ആയിരുന്നു. അത് വിട്ടും അതും നല്ലതായിട്ട് മൂപ്പിച്ച് തീ സിമ്മേ വെച്ചേക്കാണേ. തീ ഇപ്പം ഞാൻ ഓഫ് ചെയ്തു. ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തിളയ്ക്കും. ഇത് തിളയ്ക്കുന്ന ചട്ടിയുടെ ചൂട് കൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് ആ പൊടി കരിയത്. അതിനകത്ത് തന്നെ ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറും. ഓഫാണ്. എന്നിട്ട് നമുക്കതങ്ങനെ വെച്ചിട്ട് ഓഫ് ചെയ്തിട്ട് അത് മൂടി വെക്കാം. ഇത് തണക്കട്ടെ, ഒന്ന് തണുത്തിട്ട് നമുക്ക് അരയ്ക്കാനെടുക്കാം. ഇപ്പോൾ അത് തണുത്തു, ഒരു 10-15 മിനിറ്റായി. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അതിനെ എടുത്ത് അരച്ചുകൊണ്ട് വരാം. ആ ചട്ടിയും കുറച്ച് വെള്ളം ഒഴിച്ച്, ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ ചട്ടി ഒന്ന് കഴുകി അതൊരു ചേർത്തിട്ട് അരയ്ക്കാം. അതൊരു ചേർത്ത് അരച്ചുകൊണ്ട് വരാം. അരച്ചെടുത്ത് കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു. ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ മുക്കും, നമ്മുടെ നോർമൽ പ്രൊസീജിയർ. കടുകിട്ടു, കുറച്ചൊരു എന്താ പറയുന്നത് ഉലുവ, നമ്മുടെ ഫുള്ളുലുവ, പൊടിയല്ല, ഉലുവ ഒരു 1/4 സ്പൂണ് ഉലുവ ഇട്ടു. ആ ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കരിവേപ്പില ഇട്ടു. കരിവേപ്പില ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ അരച്ചരപ്പിനെ അതിനകത്തോട്ടിട്ട് ചൂടാക്കാം, തിളപ്പിച്ചെടുക്കാം. ആ മിക്സി കഴുകി അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ അരപ്പൊന്ന് മൂക്കുമ്പോൾ മിക്സി കഴുകി കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് എത്രയും ചാറ് വേണം അതനുസരിച്ചുള്ള വെള്ളം, ഇച്ചിരി വെള്ളം ഒഴിക്കാം. അരപ്പ് മൂക്കുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മിക്സി കഴുകി നല്ലതായിട്ട് വെള്ളം ഒഴിച്ചാൽ അതിനെ തിളയ്ക്കണം. നമുക്കതൊരു ഇതിനകത്തോട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി, വാളംപുളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ, അത് രാവിലെ സോക്ക് ചെയ്ത് വെച്ച് അത് ആ പുളിയുടെ വെള്ളം ഒഴിച്ചു. പാകത്തിന് ഉപ്പ് ഇടുക. പാകത്തിന് ഉപ്പ് ഇട്ടാൽ തിളയ്ക്കട്ടെ. അത് നല്ലതായിട്ട് തിളയ്ക്കണം. അത് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ നത്തോലി എന്ന് പറയുന്ന മീനില്ലേ, ഇത് മുറിക്കൊന്നും വേണ്ട. ഇതൊരു 1/2 കിലോ ആണ് ഞാൻ അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. 1/2 കിലോ മീനിട്ട് കൊടുക്കാം. മുറിക്കട്ടെ, അങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് തീയെ നല്ല തിളച്ച് കഴിയുമ്പോൾ ഒത്തിരി ഇളക്കിയാൽ നത്തോലി തീരെ സോഫ്റ്റ്, അത് പൊടിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ടാൽ മതി. നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് നോക്കി ഇങ്ങനെ ഇത്രയും തിളച്ചാൽ മതി. ഉപ്പും മുളകും എരിയൊക്കെ ഉണ്ടോ നോക്കാം. നമ്മുടെ കറി ഒരു 15 മിനിറ്റ് വെന്താൽ മതി. നമുക്ക് ചാറ് വേണമെങ്കിൽ പറ്റിക്കാം. ചാറായിട്ടിരിക്കണത് ഇപ്പോൾ ചപ്പാത്തിക്കും ചോറിനും കപ്പയ്ക്കും ഒക്കെ നല്ലതായി ചാറ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കറി റെഡിയാകുന്നുണ്ട്. നമ്മുടെ കപ്പ വേവിച്ചതും നത്തലി മുളകിട്ടതും റെഡിയായി. നമ്മുടെ മറ്റേ പുളിയല്ല, കോട്ടയം പുളിയല്ല, വാളംപുളിയും തക്കാളിയുമാണ്. കപ്പ വേവിച്ചതും നമ്മുടെ നത്തൊലി കറി റെഡിയായി. താങ്ക് യു. നമുക്കിനി ഇതിനെ ഒരു അടിക്കാം, ഒന്ന് അടിച്ച് വരാം.